ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. നമ്മുടെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലെ മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ്. അതായത് നമ്മുടെ മെഡീവൽ ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മധ്യകാല സമയത്തിലെ ആ സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും അല്ലേ. അതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭക്തി മൂവ്മെന്റിനെ കുറിച്ചാണ്. ഭക്തി മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായതെന്താണ് സമൂഹത്തിൽ ആ സമയത്ത് ജാതിയുടെ പേരിലും എല്ലാത്തിനും അല്ലേ, ജാതി മതം എല്ലാത്തിൻ്റെയും പേരിൽ അടിച്ചമർത്തപ്പെട്ട കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. അവരെയാണ് ഈ ഒരു ഭക്തി മൂവ്മെന്റ് കൂടുതൽ അട്രാക്ട് ചെയ്തത്. അതിനു മുമ്പ് വരെ ബ്രാഹ്മണ മേധാവിത്വമായിരുന്നു അല്ലേ. അതായത് വേദ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ബ്രാഹ്മണേഴ്സ് ആയിരുന്നു എല്ലാം മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവർക്കൊരു ചുട്ട മറുപടി ആയിട്ടാണ് ഈ ഭക്തി മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഭക്തി മൂവ്മെന്റ് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണ് കയറി വരിക? യെസ്, കംപ്ലീറ്റ് ആയിട്ടല്ലേ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക അല്ലെ, സബ്മിറ്റ് ചെയ്യുക. അതിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? യെസ്, ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുക അല്ലെ. നമ്മൾ ഗോഡിന് മുമ്പിൽ നമ്മുടെ യെസ് ടോട്ടൽ സബ്മിഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സമർപ്പിക്കുക. ടോട്ടൽ സബ്മിഷൻ ടു വൺസ് ലൈഫ് ടു ഗോഡ്. അതായത് നമ്മുടെ ഒറ്റ ജീവിതം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭക്തി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഭക്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസും ആക്ടിവിറ്റീസും ഒക്കെ കൂടിയാണ് ഭക്തി പ്രസ്ഥാനം അഥവാ ഭക്തി മൂവ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഓർക്കേണ്ടത്? യെസ്, ഭക്തി എന്ന് എഴുതുക അല്ലെ. ഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് പറയാം? യെസ്, നമ്മുടെ വൺസ് ലൈഫ് അല്ലെ. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി സബ്മിറ്റ് ചെയ്യുക അല്ലെ. സബ്മിഷൻ നടക്കുകയാണ് അവിടെ. ഓക്കെ, സബ്മിഷനാണ് അവിടെ നടക്കുന്നത്. അവിടെ നമ്മൾ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭക്തി മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഭക്തി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഭക്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഐഡിയാസും ഭക്തി പ്രസ്ഥാനം അഥവാ ഭക്തി മൂവ്മെന്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതേ നോക്കിക്കോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അന്ന് സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന, അതായത് ഈ ഭക്ത കവികളിലെ, അതായത് ഇഷ്ടദൈവത്തെക്കുറിച്ച് അല്ലെ, നമ്മുടെ ഇഷ്ടദൈവത്തെക്കുറിച്ചുള്ള ഹിംസ് എന്ന് പറഞ്ഞാൽ കീർത്തനങ്ങൾ. ഓക്കെ, കീർത്തനങ്ങളും ഡിവോഷണൽ സോങ്സ് ഒക്കെ ഭക്തി ഗാനങ്ങളൊക്കെ രചിച്ചുകൊണ്ടിരുന്ന ഭക്ത കവികൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവര് ആൾവാസ് എന്നും നായനാസ് എന്നുമായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൾവാസ് ആണെന്നറിയോ? ആൾവാസ് എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നവരായിരുന്നു ആൾവാസ് എന്ന് പറയുന്നത്. നായനാസ് എന്ന് പറയുമ്പോൾ ശിവനെ ആരാധിക്കുക. ഓക്കെ, ശിവനെ ആരാധിക്കുന്നവരായിരുന്നു നായനാസ് എന്ന് പറയുന്നത്. നോക്കിക്കോ, ആഴ്വാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്ത അല്ലെങ്കിൽ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോൺ ആസ് ആഴ്വാസ്. അതുപോലെ ഡിവോട്സ് ഓഫ് ശിവ നോൺ ആസ് ഡിവോട്ടി എന്നോ ഡിവോട്സ് എന്നും പറയട്ടോ. ഡിവോട്സ് ഓഫ് ശിവ നോൺ ആസ് നായനാസ്. ശിവഭക്തരെ നമ്മൾ നായനാസ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തായിരുന്നു? യെസ്, നമുക്കറിയാം പ്രാദേശിക ഭാഷകളിലായിരുന്നു അവർ ഹിംസും ഡിവോഷണൽ സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ്. ഡിവോഷണൽ എന്ന് പറയുമ്പോൾ ഭക്തി ഗാനങ്ങൾ, ഇഷ്ടദൈവത്തെക്കുറിച്ചുള്ള ഭക്തി ഗാനങ്ങൾ വെർനാക്കുലർ ലാംഗ്വേജ്. വെർനാക്കുലർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഭാഷ അല്ലെ, പ്രാദേശിക ഭാഷകളിലായിരുന്നു അവർ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ് അല്ലെ. നമ്മൾ ദൈവത്തിന് മുമ്പിൽ സ്നേഹവും സമർപ്പണവും നൽകുക എന്നായിരുന്നു. അതുപോലെ ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ഇവിടെ ജാതിയൊന്നും നോക്കുന്നില്ല, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് കാസ്റ്റ് അല്ലെ. ഇവിടെ ജാതി ഒന്നും വ്യത്യാസമൊന്നും നോക്കുന്നില്ല, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. മറ്റൊന്ന് നോക്കിക്കോ, ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് കാസ്റ്റ്. ദെൻ സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അത് ബ്രാഹ്മണന്മാരെ വേദകാലഘട്ടത്തിൽ ബ്രാഹ്മണൻസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തായിരുന്നു സ്ഥിതി? സ്ത്രീകൾക്ക് അങ്ങനെ തുല്യ പങ്കാളിത്തം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഭൂമി പോലും കൊടുക്കത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ ഈക്വലി പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, പങ്കാളിത്തം ഉണ്ടായിരുന്നു. മറ്റൊന്ന്,
ഡീപ്പ് ഡിവോഷൻ ടു ബിലൗഡ് ഡൈറ്റി, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധനയാണ് എന്ത് ഭക്തി മൂവ്മെന്റോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. ഇനി നമുക്കറിയാം നമ്മുടെ ഭക്ത കവികൾ ആൾവാസും നായനാസും അല്ലായിരുന്നോ? അപ്പോൾ കുറച്ച് വിഷ്ണു ഭക്തരായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കവികളായിരുന്നു. വിഷ്ണുവിനെ ആരാധിക്കുന്ന കുറച്ച് എന്താണ് അവരുടെ വിഷ്ണുവിനെ ആരാധിക്കുന്നവരുടെ പേരാട്ടോ. അവരുടെ ഭക്തരെ നോക്കുക, വിഷ്ണു ഭക്തരായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്. കുലശേഖരൻ ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ട എന്നിങ്ങനെ. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി മിസ് ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നീ? ഓക്കെ, പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോ. കുലശേഖരൻ, ഓക്കെ, പെരിയാറിൽ വീണ കുലശേഖരൻ, പെരിയാറിൽ, ഓക്കെ, പെരിയാറിൽ വീണ കുലശേഖരൻ, കുലശേഖരൻ നമ്മ ആണ്ട. പെരിയാറിൽ വീണ കുലശേഖരൻ നമ്മ ആണ്ട. പെരിയാറിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെരിയാഴ്വാർ പഠിക്കണം. വീണ കുലശേഖരൻ, കുലശേഖരൻ ആഴ്വാർ. നമ്മ ആണ്ട, നമ്മ എന്ന് പറയുമ്പോൾ നമ്മാഴ്വാർ, ആണ്ട ആണ്ടാൾ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് വിഷ്ണു ഭക്തരെ പഠിച്ചു കേട്ടോ. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വിഷ്ണു ഭക്തരെ നമ്മൾ പഠിച്ചു. പെരിയാറിൽ വീണ കുലശേഖരൻ നമ്മ ആണ്ട, പെരിയാഴ്വാർ, കുലശേഖരൻ ആഴ്വാർ, നമ്മാഴ്വാർ ആണ്ടാൾ. ഓക്കെ, അതുപോലെ ഇതാ മക്കളെ ശിവഭക്തർ, നമ്മുടെ നായനാസ്മാരെ നോക്കട്ടോ. ശിവഭക്തർ ആരൊക്കെയായിരുന്നു അന്നത്തെ ഫേമസ് ആയിട്ടുള്ള? കാരക്കൽ അമ്മയാറ്, അപ്പര്, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസൻ. ഓക്കെ, ഷോർട്ടായിട്ട് മിസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ കാരയിലപ്പം അല്ലെ. കാരയിലപ്പം സാമ്പാറിന്റെ കൂടെ കഴിച്ചു ആര്? യെസ്, സുന്ദരനും മാണിക്യനും. പട്ടണത്തിൽ സുന്ദരന് ദിലീപേട്ടന്റെ പേരാണ് സുന്ദരൻ. ഓക്കെ, സുന്ദരൻ, സുന്ദരേഷ് എന്നാണ്. സുന്ദരേട്ട സുന്ദരേട്ട എന്നാ വിളിക്കുക. അതുപോലെ നമ്മുടെ ഒടിയൻ സിനിമയിൽ മോഹൻലാലിന്റെ പേരെന്താണ്? എന്താണ് പേര്? യെസ്, നമുക്കറിയാം എന്താണ്, മാണിക്യൻ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്യാന്ന് മഞ്ജു ചേച്ചി ചോദിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഈ ഒരു കോഡ് വെച്ചിട്ട് പഠിക്കുക. മിസ്സോട് ഏത്തരട്ടെ നോക്കിക്കോ. കാരയിലപ്പം, കാരയിൽ അപ്പം സാമ്പാറിന്റെ കൂടെ കഴിച്ചു, കൂടെ കഴിച്ചു. ഓക്കെ, ഇത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് പഠിക്കാം? യെസ്, ആര് മേലെ ഇതാണേ, ആര്? സുന്ദരനും മാണിക്യനും. ഓക്കെ, സുന്ദരനും മാണിക്യനും. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുക. കരയിലപ്പം സാമ്പാറിന്റെ കൂടെ കഴിച്ചു ആര്? സുന്ദരനും മാണിക്യനും കൂടെ കഴിച്ചു. കാരയിലപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം? കാരയിൽ, കാരക്കൽ അമ്മയാർ, അപ്പം അപ്പര്, സാമ്പാറിന്റെ സമ്പന്തർ, സാമ്പാർ എന്ന് പറയുമ്പോൾ സമ്പന്തർ. ആര് കഴിച്ചു? യെസ്, സുന്ദർ അല്ലെ, സുന്ദരർ എന്ന് പഠിക്കുക. മാണിക്യം എന്ന് പറയുമ്പോൾ മാണിക്യവാസകൻ എന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, കാരയിലപ്പം സാമ്പാറിന്റെ കൂടെ കഴിച്ചു ആര്? സുന്ദരനും മാണിക്യനും കൂടെ കഴിച്ചു. അപ്പൊ ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങളിത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരും. നമുക്ക് കാണാം കേട്ടോ. ടാറ്റാ.